നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ വന്നു ചേരും. ഈ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുക. എന്നാൽ പലപ്പോഴും വിചാരിക്കുന്നതായ ഫലം ലഭിക്കണം എന്നില്ല. പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നടക്കും എന്ന് ഉറപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ വിപരീതമായ ഫലങ്ങൾ നൽകി എന്ന് വരാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും ആഗ്രഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യം മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിക്കുക. ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമോ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 റോസാപുഷ്പങ്ങളിൽ ഒരു റോസാപുഷ്പം തിരഞ്ഞെടുക്കുക. ആദ്യത്തേത് വെളുത്ത റോസാപുഷ്പമാകുന്നു. രണ്ടാമത്തേത് ചുവന്ന റോസാപുഷ്പമാണ്. ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനു മുന്നോടിയായി ആദ്യം ഏവരും ഇഷ്ടദേവതയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ആഗ്രഹങ്ങൾ നടക്കണം എന്നും തടസ്സങ്ങൾ ഒഴിയണം എന്നും പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്നതായ ആ പുഷ്പം ഏതാണോ ആ പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ പുഷ്പമായ വെളുത്ത റോസാപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. മനസ്സിൽ ആഗ്രഹിച്ചതായ ആ കാര്യങ്ങൾ നടക്കുവാൻ അല്പം തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണ് തൊടുകുറിയിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഈ സമയം ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കുറവാണ്. നടക്കില്ല എന്നല്ല പറയുന്നത്, സാധ്യത ഈ സമയം അല്പം കുറവാകുന്നു. അല്പസമയങ്ങൾക്ക് ശേഷം ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വരികയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനോ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അല്പ കാലതാമസം നേരിട്ടാലും ആ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. മറ്റു വ്യക്തികളുടെ സഹായങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട സഹകരണത്താലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. അല്ലെങ്കിൽ സ്വന്തം പ്രയത്നത്താലും ചില ചിന്തകളാലും അത്തരം ചിന്തകൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കുവാൻ അനുകൂലമായി തീരാം. അതിനാൽ അല്പം ശാന്തമായി തന്നെ ചിന്തിക്കുകയാണ് എങ്കിൽ പല പോംവഴികളും നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. എന്നാൽ എടുത്തുചാട്ടത്തിൽ നിങ്ങൾ ഏത് തീരുമാനം കൈക്കൊണ്ടാലും അത് നിങ്ങൾക്ക് എതിരായി ഭവിക്കും. അതിനാൽ തിരക്ക് പിടിച്ച് ഒരു കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അല്പസമയം കൂടി നൽകുക. തീർച്ചയായും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് യഥാവിധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ. പലരുമായി ബന്ധപ്പെട്ട് അല്ലാതെയും മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ ജീവിതത്തിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. അത് തൊഴിലുമായി ബന്ധപ്പെട്ട് പോലുമാകാം. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളിൽ നേട്ടങ്ങൾ ഇരട്ടിയാവുകയും ചെയ്യാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, ജോലിയുമായി ബന്ധപ്പെട്ട് നേരിടുന്നതായ അവഗണനകൾ, പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായി പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരും എങ്കിലും പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കണം എന്നില്ല. അല്പം കൂടി ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയരുവാൻ സാധിക്കും. അവിവാഹിതരായ വ്യക്തികൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. ആഗ്രഹിക്കുന്നതായ യാത്രകൾ
നടത്തുവാനുള്ള അവസരങ്ങൾ പോലും കൈവരാവുന്നതാണ്. അത്തരം ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയിക്കും. എന്നാൽ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം അനുകൂലമായ ചില യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരം പോലും ആകാം. അത്തരം കാര്യങ്ങളും അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. ഈശ്വരാധീനം അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. മാനസികപരമായ ചില വിഷമതകൾ, ചില പ്രയാസങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത്തരം പ്രയാസങ്ങൾ, വിഷമതകൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. രോഗദുരിതങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. വീട് അല്ലെങ്കിൽ മറ്റ് ആഗ്രഹങ്ങൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ അത് ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അതിനാൽ ഈ സമയം അല്പം കൂടി ചിന്തിച്ച് കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുക തന്നെ ചെയ്യും. രണ്ടാമത്തെ പുഷ്പമാണ് തിരഞ്ഞെടുത്തത്, അഥവാ ചുവന്ന റോസാ പുഷ്പമാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്രതീക്ഷിതമായി തന്നെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി എന്ന് വരാം. ശരിയായ രീതിയിലുള്ള ചിന്തകളാലും അല്ല മറ്റ് വ്യക്തികളുടെ സഹായത്താലോ അല്ലെങ്കിൽ ചില ചിന്തകൾ പ്രധാനമായും നടക്കില്ല എന്ന് വിചാരിച്ചതായി ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിലൂടെയും ഇത്തരം കാര്യങ്ങൾ നടന്നു എന്ന് വരാം. അതായത് നടക്കില്ല എന്ന് വിചാരിച്ചതായ ആഗ്രഹങ്ങൾ പോലും ചിലത് നടക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ അത് അപ്രതീക്ഷിതമായി നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അതിനാൽ പരിശ്രമം അനിവാര്യം തന്നെയാണ്. ഇപ്പോൾ നടന്നില്ല എങ്കിൽ 41 ദിവസങ്ങൾക്കുള്ളിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഈ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളുടെ സഹായം പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് കടന്നു വരിക എന്ന കാര്യം ഓർക്കുക. കർമ്മരംഗത്ത് അനുകൂലമായ കാര്യങ്ങൾ കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനപരമായ പുരോഗതി, ധനവുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുരോഗതി ഇല്ലാത്തതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പുരോഗതി ദൃശ്യമാകുന്നതായ ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായത്താലും പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതായ കാര്യമാണ് എങ്കിൽ അത് ആഗ്രഹ സാഫല്യമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു, അഥവാ ഇഷ്ടദേവത, കുടുംബദേവത നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ നിത്യവും നിങ്ങൾ പ്രാർത്ഥിച്ചു തന്നെ മുന്നോട്ട് പോവുക. പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ പങ്കാളിയോ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. സൽപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും സഹായിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. പലപ്പോഴും ആ കാര്യങ്ങൾ
മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നതും വാസ്തവമാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. അതായത് നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അല്പമെങ്കിലും മറ്റുള്ളവർ മനസ്സിലാക്കും എന്ന് തന്നെ പരാമർശിക്കാം. പെട്ടെന്ന് സന്തോഷം കടന്നു വരാം, അതേപോലെ പെട്ടെന്ന് വിഷമിക്കുകയും ചെയ്യാം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്നതായ സന്തോഷ നിമിഷങ്ങൾക്ക് അധികം ആയുസില്ല എന്നതാണ് വാസ്തവം. ഇതിൽ വളരെ ദുഃഖിതരായ വ്യക്തികളാണ് നിങ്ങൾ. അത് നിലനിർത്തുവാൻ സഹായകരമായ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ചിന്തകൾ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരാം. എന്നാൽ നിങ്ങൾക്ക് ചില ചിന്തകൾ മൂലം, നെഗറ്റീവായ ചിന്തകൾ മൂലം ആപത്ത് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി പോസിറ്റീവായ ചിന്തകൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർ അവഗണിക്കുന്നു എന്ന വിഷമം തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. സ്വസ്ഥതയില്ലാത്തതായ അവസ്ഥകൾക്ക് മാറ്റം വന്നു ചേരും. അപവാദം അനുഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സഹായിച്ചവർ തിരിച്ച് സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. തീർച്ചയായും ഈശ്വര കടാക്ഷത്താൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ശരിയായ സമയത്ത് നിങ്ങളുടെ കൈവശം വന്ന് ചേരുന്നതാകുന്നു. കാരണം ഈശ്വരാധീനം നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു. എന്നാൽ ഒരിക്കലും അമിതമായി ആഹ്ലാദിക്കുകയോ അമിതമായി ദുഃഖിക്കുകയോ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. വിജയങ്ങൾ വന്നു ചേരുമ്പോൾ അഹങ്കരിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. തീർച്ചയായും അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും.